KB ശ്രീധരനുണ്ട്. കണിമംഗലത്ത് ശാസ്താവ് അങ്ങനെ എഴുന്നള്ളി വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീധരൻ, എന്താണ് വിശേഷം? എവിടെ വരെ എത്തി? മോത്തിത പൂരന്ത സ്വരാജ് റൗണ്ടിലേക്ക് എത്തി തെക്കേ ഗോപുര നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ തെക്കിങ്കാട് മൈതാനത്തേക്ക് പൂരം കയറുന്നു. നമ്മള് കണിമംഗലത്ത് നിന്ന് ഒരാനപ്പുറത്ത് എഴുന്നള്ളി ശാസ്താവ് കൊളശ്ശേരിയിൽ നിന്ന് 5 ആനപ്പുറത്തായി ഇപ്പോ 7 ആനപ്പുറത്തേക്ക് കണിമംഗലത്തിന്റെ പൂരം മാറിയിരിക്കുന്നു. ഇങ്ങനെ പൂരം ഇങ്ങനെ കയറി പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. നിരവധി ആളുകൾ, അതായത് നേരത്തെ കണിമംഗലത്ത് പുറപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് കയറിയപ്പോൾ ഈ പൂരത്തിന് ഒപ്പമുണ്ട്. ദേശമൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതി തന്നെയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് അതിശയോക്തിയായിട്ടല്ല, അതായത് ഓരോ ദേശങ്ങളിൽ നിന്ന് ഒരു ചെറുപുഴ എന്ന പോലെയാണ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ഓരോ പൂരവും കടന്നു വരുന്നത്. അത് പിന്നീട് ഒരു മനുഷ്യക്കടലാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഹ്ലാദത്തിന്റെ ഒരു നിമിഷമാണ് പൂരം എന്നുള്ളത്, ഒരു വികാരമാണ്, രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. എന്നാലും ഒരു തൃശ്ശൂർക്കാരെന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഈ വെളിച്ചത്തിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സങ്കടങ്ങളെല്ലാം തന്നെ പറ്റുന്ന അവസരങ്ങളിൽ അത് മാറ്റിക്കൊണ്ട് ഈ ഒരു കൂട്ടായ്മയിലൂടെ അത് മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഉള്ളത്. എവിടെ വരെയായി പൂരം എത്തിയല്ലോ. കണിമംഗലം ശാസ്താവിന്റെ വരവോടുകൂടിയിട്ട് പൂരത്തിന്റെ ആരംഭം കുറിച്ചില്ലേ. ദേവഗുരുവായിട്ടുള്ള വാസിഷ്ഠ മഹർഷി 4:45 തന്നെ കണിമംഗലം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. കൃത്യമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെക്കേ ഗോപുരനട വഴി എല്ലാ ഭഗവതിമാരാണ് ഭൂരിഭാഗം ഇവിടെ വരുന്നത്. അവരെല്ലാം ആതിഥ്യം വരണം വേണ്ടി ആദ്യത്തെ പൂരത്തിന്റെ സന്ദർശനമായിട്ടാണ് നമ്മുടെ ഈ കണിമംഗലം ശാസ്താവിന്റെ വരവ്. കളറാണ് പിന്നെ എല്ലാ നിലയിലും വളരെ നല്ല കളറാണ്. നമുക്ക് ചെറിയ ബുദ്ധിമുട്ടും ദുഃഖങ്ങളും ഉണ്ടെങ്കിൽ പോലും ഇന്നൊരു പൂരാവേശത്തിന്റെ തിരക്കിലാണ്. എന്നാലും അതായത് നമ്മൾ ഈ ആരോട് ചോദിച്ചാലും ഈ ഇത്തവണത്തെ ആ ഒരു വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്തം അതിൽ വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ ഈ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ പോരല്ലോ. അതായത് അവരോടൊപ്പം തന്നെയാണ്, അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഒരു വലിയ സമൂഹത്തിന്റെ, നേരത്തെ മധുവണ്ണും ദിവിഷേട്ടനൊക്കെ പറയുന്ന പോലെ വലിയ സമൂഹത്തിന്റെ ഏതാണ്ട് ഒരു വർഷക്കാലത്തെ അധ്വാനത്തിന്റെ കൂടി അതിന്റെ കൂടി ഒരു റിസൾട്ടാണ്, ഫലമാണ് തൃശ്ശൂർ പൂരം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തൃശ്ശൂർ പൂരം മാറ്റിവെക്കുക അല്ലെങ്കിൽ നടത്താതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്രയധികം ആയിരങ്ങളായിട്ടുള്ള ആളുകളുടെ അധ്വാനത്തെ കൂടി ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. കളറാണല്ലോ, കളറാണ്. സൂപ്പർ സൂപ്പർ. എവിടെയാണോ വീട്? ടൗണിൽ തന്നെയാ. കിലോമീറ്റേഴ്സ്. ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തി. ടൗണിലെത്തി. മൊത്തത്തിലൊരു വൈബിലാണല്ലോ. ഞങ്ങള് വൈബിലെ തൃശ്ശൂർ പൂരം അടിച്ചു പൊളിക്കുക. സ്കൂൾ തൊട്ടേ ക്ലാസ്മേറ്റ്സും സ്കൂൾ മേറ്റ്സ് ആണ്. വീടിന്റെ അടുത്ത് ഞങ്ങൾ കഴിച്ചായിട്ടാ. എന്നാലും ഈ പൂരത്തിന്റെ ദിവസം ഞങ്ങക്ക് പ്രായമായിട്ടില്ല. ഞങ്ങക്ക് ഇപ്പോഴും 18 വയസ്സ്. മോത്തിയതാണ് രണ്ടുപേര്. അവര് ഏതാണ്ട് ഒരു 60 വയസ്സ് കഴിഞ്ഞവരാണ്. അവര് നോക്കുമ്പോ മേളത്തിനൊപ്പം താളം പിടിച്ച് അത്യാവശ്യം തുള്ളിക്കൊണ്ടൊക്കെയാണ് സ്വരാജ് റൗണ്ടിൽ കൂടെ പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയോ എന്ന് അറിയില്ല. ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടില്ല ശ്രീധരൻ. പക്ഷെ ആ ശബ്ദത്തിലുള്ള ആവേശമുണ്ട്, അത് ഉൾക്കൊള്ളാൻ കഴിയും പ്രേക്ഷകർക്ക്. അതായത് ഇവരെ പോലുള്ള ആളുകളാണ് മോത്തി ഈ തൃശ്ശൂർ പൂരം കളറാക്കുന്നത്. 2 ചേച്ചിമാര് ഈ സ്വരാജ് റൗണ്ടിൽ ഇവിടെ രാവിലെ 6 മണി തൊട്ട് ഈ കണിമംഗലത്തിന്റെ വരവ് കാത്ത് സ്വരാജ് റൗണ്ടിൽ ഇരിക്കുകയായിരുന്നു. ആ വരവിന്റെ ഒപ്പം കൂടി, അവര് ക്ലാസ്മേറ്റ്സും കൂടിയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കൂടി കാണുന്ന ഒരു ദിവസമാണ് തൃശ്ശൂർ പൂരം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചത്. ഈ ദിവസം, അതായത് ഇന്നലെ മുതൽ തന്നെ ഒപ്പം പഠിച്ച നിരവധി ആളുകളെയാണ്, അതായത് നമ്മൾ ഒരു കാലത്ത് നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്ന ആളുകളെയൊക്കെ വീണ്ടും കാണാനുള്ള ഒരു അവസരം കൂടിയാണ് എന്നെപ്പോലുള്ളവരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം എന്നുള്ളത്. ഞാൻ ഇന്നലെ തന്നെ ഏതാണ്ട് കേരളവർമ്മയിൽ പഠിച്ച ഒരു 10-20 ആളുകളെ കണ്ടു. ഇന്നും നാളെയും
ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നിരവധി ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേരുന്നതിനുള്ള ഒരിടമായിട്ട് തൃശ്ശൂർ പൂരത്തെ മാറ്റുന്നുണ്ട്. അങ്ങനെ നിരവധി ഒരു കൂട്ടായ്മയുടെ ഒരു കാര്യങ്ങൾ കൂടി തൃശ്ശൂർ പൂരത്തിനുണ്ട്. കണിമംഗലം ശാസ്താവിൻ്റെ പൂരം തെക്കേ ഗോപുരത്തിലേക്ക് എത്തുകയാണ്, തെക്കേ ഗോപുരനടയിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ കണിമംഗലം പൂരം തെക്കേ ഗോപുരനടയിലൂടെ അകത്തേക്ക് കയറും. ആകെ ഈ ഒരു ശാസ്താവ് മാത്രമാണ്, കണിമംഗലം ശാസ്താവ് മാത്രമാണ് തെക്കേ ഗോപുരം വഴി തെക്കോട്ടിറങ്ങാതെ ഗോപുരത്തിന് അകത്തേക്ക് കയറുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, ഐതിഹ്യം പറഞ്ഞ പോലെ തന്നെ ദേവഗുരുവാണ്. ദേവഗുരു ഈ പൂരം നാളിൽ പൂരത്തിന് തുടക്കമിടുന്നത് കണിമംഗലം ശാസ്താവാണ്. കണിമംഗലം ശാസ്താവിൻ്റെ പൂരം ഏഴാനപ്പുറത്ത് കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ പൂരം തെക്കോട്ട് കയറും. അതായത് മറ്റുള്ളവരെല്ലാം തെക്കോട്ട് ഇറങ്ങുമ്പോൾ കണിമംഗലം ശാസ്താവ് തെക്കോട്ട് കയറും. അതിൻ്റെ ഒരു ആവേശം നമുക്കിവിടെ കാണാം. തെക്കേ ഗോപുരനടയിലെ ദൃശ്യങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഗോപുരനടയിൽ ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. കണിമംഗലത്തിന്റെ പൂരത്തിന് കാത്തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചെമ്പുക്കാവിന്റെ പൂരം തെക്കോട്ട് ഇറങ്ങുന്നത് കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ അരുണപ്രസാദിന്റെ വാക്കുകളിൽ നമ്മൾ കേട്ടതാണ്. രാമനെ കാത്ത്, രാമരാജാവിനെ കാത്ത് ആളുകൾ തെക്കേ ഗോപുരനടയിൽ ഇപ്പോൾ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം രാമനെ കാണുക, ഏറ്റവും ആദ്യം രാമന്റെ ഒരു ഫോട്ടോ എടുക്കുക, രാമൻ തെക്കോട്ടിറങ്ങുന്ന ഗാംഭീര്യമുള്ള ഒരു ദൃശ്യം പകർത്തുക. അതിനുവേണ്ടി നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അക്ഷയുടെയും ഇന്ദുലേഖയുടെയും അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഇന്നലെ പൂര വിളംബരത്തിന് അല്പം ആളുകൾ ഇത്തിരി കുറവുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ കുറവൊക്കെ ഇവിടെ തീർക്കുകയാണ്. ആളുകൾ തെക്കേ ഗോപുരനടയിലേക്ക്. എല്ലാവർക്കും പറയാനുള്ളത് നമ്മുടെ പൂരല്ലേന്ന് അതിന് വരാതിരിക്കുന്നത് എങ്ങനെ? കടൽ കടന്നും ഓരോ മനുഷ്യരും വരുന്നുണ്ട്. ഒരു ദുഃഖത്തെ മറികടന്നു പോവാൻ മനുഷ്യനെപ്പോഴും ഒരു ആചാരമോ അനുഷ്ഠാനമോ സന്തോഷമോ നിറങ്ങളോ ഒക്കെ വേണ്ടതാണ്. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഉൾക്കൊള്ളുക തന്നെ വേണം. തൃശ്ശൂരായാൽ പൂരം ഉണ്ടാവും എന്നല്ലേ